നമ്മൾ ഈ ഒരു സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ ബുക്ക് കവർ, ഇത് ചൈനീസ് ബുക്ക് കവറാണ്. അപ്പം ഇതിലെങ്ങനെയാണ് ഇത് വെച്ച് കവർ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ബുക്കിൻ്റെ ഈ ഭാഗം ഇവിടെ നമുക്ക് സ്റ്റിക്കർ ഇളക്കാം. നിങ്ങൾക്കിങ്ങനെ പ്രസ് ചെയ്താൽ കാണാം, നമുക്ക് കാണാം ഈ ഭാഗത്ത് സ്റ്റിക്കർ തന്നെ ഇങ്ങനെ ഇളകി വരും. ഇതാദ്യം ഇത്ര ഇടങ്ങ് മാറ്റുക. എന്നിട്ട് ഈ ബുക്കിൻ്റെ ഈ കീഴ്ഭാഗം ഇവിടെ വയ്ക്കുക. ഈ സെൻറ്ററിൽ തന്നെ നിർത്തുക. എക്സാക്ട് സെൻറ്ററിൽ നിർത്തിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ എളുപ്പം. പിന്നീട് ഇങ്ങനെ ചരിച്ച് വയ്ക്കുക. കണ്ടോ, ഇവിടെ അതങ്ങ് ഒട്ടി. ഇനി നമ്മൾ നേരെ ഈ സ്റ്റിക്കർ അങ്ങ് ഇളക്കുക. ഈ സ്റ്റിക്കർ ഇവിടെ നിന്ന് അങ്ങ് ഇളക്കാം. വളരെ എളുപ്പത്തിൽ ഇതായി കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അനായാസമായിട്ട് നമുക്കിത് ഇങ്ങനെ ഇളക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ അനായാസമായിട്ട് ഇളക്കുക. അതിനുശേഷം ഈ രണ്ടിടത്ത് ഇവിടെ ഈ രണ്ട് കോർണർ പിടിക്കുക. അതിന് നേരെ ഈ ബുക്ക് ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ അങ്ങ് മടക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. കഴിഞ്ഞു. ഇവിടെ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇവിടെ ഈ ഭാഗം നമുക്ക് ഫസ്റ്റ് പേജിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങ് മടക്കാം. കണ്ടോ, മടങ്ങുമ്പോൾ തന്നെ അവിടെ ഒട്ടി. അതിന് ശേഷം ഇവിടെ കട്ടിങ് ഉണ്ട്. ഇവിടെ നമുക്കിങ്ങനെ അങ്ങ് മടക്കാം. ചേർത്തങ്ങ് മടക്കുക. അവിടെ ഒട്ടി. ഇവിടെ അങ്ങ് മടക്കുക. കണ്ടോ, നമ്മുടെ ബുക്കിൻ്റെ ഇനി ബുക്ക് നനയുകയോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വളരെ ഈസി ആയിട്ട് കണ്ടോ നമ്മൾ ഈ ഒരു ബുക്ക് ഇങ്ങനെ പൊതിഞ്ഞു. ഇത് വാട്ടർ പ്രൂഫാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ബുക്കിന് ഒരു പ്രശ്നവും വരില്ല. ബുക്കിൻ്റെ പേരും